സൂര്യപുത്രനായ കർണന്റെ പരിഹാസങ്ങളും ദുര്യോധനന്റെ വഞ്ചനയും ഏറ്റുവാങ്ങി പാണ്ഡവർ 12 വർഷത്തെ വനവാസത്തിനായി തിരിച്ചു. വനവാസത്തിനിടയിൽ കാമ്യകവനം എന്ന ഭയാനകമായ കാട്ടിൽ അവർ പ്രവേശിച്ചു. അവിടെ അവരെ കാത്തിരുന്നത് ഒരു വലിയ വിപത്തായിരുന്നു. അതെന്താണെന്നോ? പാതിരാത്രിയായാൽ ആ കാട്ടിലൂടെ ഘോരകർമാക്കളും മനുഷ്യത്തീനികളുമായ രാത്രീഞ്ചരന്മാർ സഞ്ചരിക്കാൻ തുടങ്ങുമത്രേ. അത്ര ഭീകരമാണ് ആ വനപ്രദേശം. അതുവഴി പാണ്ഡവർ കടന്നു വന്നപ്പോൾ വഴിയിൽ ജ്വലിക്കുന്ന കണ്ണുരുട്ടി പന്തവും കയ്യിലെടുത്ത് ഒരു രാക്ഷസൻ നിൽക്കുന്നതായി കണ്ടു. അവൻ കൈകൾ നീട്ടി പരത്തി വായ് തുറന്ന് 8 ദംഷ്ട്രകളും കാട്ടി അട്ടഹസിച്ച് പാണ്ഡവരുടെ വഴി തടഞ്ഞു നിന്നു. അവന്റെ ശബ്ദം കേട്ട് ജലപക്ഷികൾ ഭയപ്പെട്ട് ആകാശത്ത് അങ്ങുമിങ്ങും പറക്കാൻ തുടങ്ങി. പുലികളും മാനുകളും പോത്തും കരടിയും പേടിച്ചോടി. കാടാകെ ഇളകിയ പോലെയായി. അങ്ങനെ പഞ്ചപാണ്ഡവരുടെ മുൻപിൽ അജ്ഞാതനായ ഒരു ശത്രു വന്നു പെട്ടു. കറുത്ത മാൻതോലെടുത്തു വരുന്ന പാണ്ഡവരുടെ മുൻപിൽ മൈനാകപർവ്വതം എന്ന പോലെ ആ രാക്ഷസന്റെ നിൽപ്പ് കണ്ട് ദ്രൗപദി പേടിച്ചു കണ്ണു ചിമ്മി. 5 കുന്നുകളുടെ നടുവിൽ നിൽക്കുന്ന നദി പോലെ അവൾ കുഴങ്ങി. മോഹാലസ്യപ്പെട്ട അവളെ പഞ്ചപാണ്ഡവർ താങ്ങി പിടിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ ആ രാക്ഷസനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? ആരുടെ ആളാണ്? എന്താണ് കാര്യം? എന്താണ് ഭവാന്റെ ഉദ്ദേശ്യം? രാക്ഷസൻ പറഞ്ഞു, ഞാൻ ഭഗന്റെ അനുജനായ കിർമീരനാണ്. പ്രസിദ്ധനായ എന്നെ അറിയാത്തവരാരുണ്ട്? എൻ്റെ ഭക്ഷണം നരമാംസമാണ്. പോരിൽ തോൽപ്പിച്ച മനുഷ്യരെ തിന്നാണ് ഞാൻ വിശപ്പകറ്റുന്നത്. ഇന്ന് എൻ്റെ ആഹാരത്തിന് വന്നു ചേർന്ന നിങ്ങൾ ആരാണ്? നിങ്ങളെ ഞാൻ പോരിൽ തോൽപ്പിച്ച് തിന്നാൻ പോവുകയാണ്. ഇത് കേട്ട യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു, ധർമ്മരാജാവായ പാണ്ഡവനാണ് ഞാൻ. താങ്കളും ഞങ്ങളെപ്പറ്റി കേട്ടിരിക്കാം. ഭീമാർജുനാദി സകല ഭ്രാതാക്കളോടും കൂടി ഞാൻ വനവാസത്തിനു വേണ്ടി നീ അടക്കി വസിക്കുന്ന ഈ ഭീകരവനത്തിൽ വന്നതാണ്. ഇത് കേട്ട കിർമീരൻ സന്തോഷത്തോടെ പറഞ്ഞു, ശരി, വളരെ നന്നായി. എന്റെ സഹോദരനായ ഭഗനെയും സുഹൃത്തായ ഹിഡിംബനെയും കൊന്ന ഭീമനെ തിരയുകയായിരുന്നു ഞാൻ. ഇന്ന് എന്റെ പ്രതികാരം പൂർത്തിയാകും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഭീമൻ പറഞ്ഞു, എങ്കിൽ നിനക്ക് ഭാഗ്യമുണ്ട് രാക്ഷസ. നിന്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് നിന്നെ അയക്കാൻ ഇതാ ഭീമസേനൻ എത്തിയിരിക്കുന്നു. ഭീമനും കിർമീരനും തമ്മിലുള്ള അതിഘോരമായ യുദ്ധം ആരംഭിച്ചു. ഭീമൻ ഒരു വലിയ മരം പറിച്ചെടുത്ത് രാക്ഷസന്റെ തലയിൽ അടിച്ചു. രാക്ഷസന് യാതൊരു കൂസലും ഉണ്ടായില്ല. അവൻ ആ മരമെടുത്ത് തിരികെ ഭീമന് നേരെ എറിഞ്ഞു. ഇപ്രകാരം അവർ വൃക്ഷങ്ങൾ പിഴുതെടുത്ത് പരസ്പരം എറിഞ്ഞ് സമമായി ഒരു വൃക്ഷയുദ്ധം തന്നെ നടത്തി. അതിനുശേഷം ആ രാക്ഷസൻ ഒരു പാറ പൊക്കി ഭീമനെ ശക്തിയായി പ്രഹരിച്ചു. പാറക്കല്ലുകൾ കൊണ്ടുള്ള യുദ്ധത്തിലും അവർ സമമായി തുടർന്നു. പിന്നീട് അവർ 2 പേരും ആയുധങ്ങൾ ഉപേക്ഷിച്ച് മല്ലയുദ്ധം തുടങ്ങി. ഭയങ്കരാകാരന്മാരായ 2 കാളക്കൂറ്റന്മാർ എന്ന പോലെ അവർ പോരാടി. കിർമീരൻ ഭീമനെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിച്ചു. എന്നാൽ ഭീമൻ തൻ്റെ അമാനുഷിക ശക്തിയാൽ പിടിച്ചു നിന്നു. 2 കൂറ്റൻ ഗജവീരന്മാർ ഏറ്റുമുട്ടുമ്പോഴുണ്ടാകുന്ന പോലെ ആ കാമ്യകവനം വിറച്ചു. രാക്ഷസന്റെ മായകളൊന്നും ഭീമന്റെ കരുത്തിന് മുന്നിൽ ഫലിച്ചില്ല. ഭീമൻ കിർമീരന്റെ അരക്കെട്ടിൽ പിടികൂടി കൊടുങ്കാറ്റ് മരത്തെ എന്ന പോലെ പിടിച്ചുലച്ചു. അവന്റെ ബോധം മറിഞ്ഞപ്പോൾ ഭീമൻ അവനെ കഴുത്തിൽ പിടിച്ച് ഞെക്കി മൃഗത്തെ കൊല്ലുന്ന പോലെ ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, ഹിഡിംബനും ഭഗനും, കണ്ണുനീര് തുടയ്ക്കാൻ ദുഷ്ടാ, നീ ശക്തനാവില്ല. എന്തെന്നാൽ നീ കാലപുരിക്ക് പോകുകയായി. ആ രാക്ഷസന്റെ ദയനീയമായ നിലവിളി ആ കാടിനെ ആകെ കുലുക്കി. അധർമ്മത്തിന്റെ പ്രതീകമായ കിർമീരനെ വധിച്ചുകൊണ്ട് ഭീമസേനൻ തന്റെ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിച്ചു. വനവാസത്തിന്റെ ദുർഘടമായ പാതയിൽ ഇത് പാണ്ഡവർക്ക് ലഭിച്ച ഒരു വിജയം കൂടിയായിരുന്നു.